ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂട്ട് ബൈ റിനു. അപ്പോൾ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. കാരണം വെജിറ്റബിളൊന്നുമില്ല, ആകെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കൂടുതൽ വേവാൻ പാടില്ല. എന്നിട്ട് അതിൽ ആ ടൈമിൽ നമുക്ക് തേങ്ങ, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ നല്ല ജീരകം, പിന്നെ തൈര് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ മറന്നുപോയി ഉണ്ടായിരുന്നു, മറ്റേ കുരുമുളക് ഇടണം, ഞാനത് ഇടാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ ഞാൻ അരച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇട്ടിട്ട് കുരുമുളക് ഇട്ട് അരച്ചത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. പുളി കുറവുള്ള തൈരായ കാരണം ഞാൻ കുറച്ച് കൂടുതൽ തൈര് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അവിയൽ. ഞാനിതുപോലെ ഒരു വെജിറ്റബിൾ ആണെങ്കിലും ഇപ്പോൾ എല്ലാതും ഇല്ലാന്നുണ്ടെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വെജിറ്റബിൾ വേവിക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ആയാലും വേവിക്കാം. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളെ വെജിറ്റബിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചൊരു വെള്ളം കൂടുതൽ, വെള്ളമല്ല തൈരാണ്, അത് കുറച്ച് കൂടുതലുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ചിലവർ ഇങ്ങനെ വെള്ളം പോലെ തന്നെ ചിലവർ കഴിക്കാനും അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ തട്ടിക്കൂട്ട് അവിയൽ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എല്ലാ വെജിറ്റബിളും വേണമെന്നില്ല, നമുക്ക് എല്ലാ വെജിറ്റബിളും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. താങ്ക്